കണ്ടക്ടർക്ക് ആളെ തിരിച്ചറിയാൻ ഇങ്ങനെ പറയാലോ, ഷർട്ടിൻ്റെ കളർ പറഞ്ഞാൽ പോലെ. ഏ റെഡ് ഷർട്ട്, വൈ ആർ യു സിംപ്ലി സ്റ്റാൻഡിങ് ഓൺ ദ ഫുഡ് സ്റ്റെപ്പ്? ഗെറ്റ് ഇൻസൈഡ്. ഈസിൻറ്റ് ഇറ്റ് ഡേഞ്ചറസ് സ്റ്റാൻഡിങ് ദെയർ ഹാങ്ങിങ്? ആലോചിക്കുക അതിലത്തെ ഭാഷാപ്രയോഗം. അവിടെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്, സ്റ്റാൻഡിങ് ദെയർ ഹാങ്ങിങ്. ഈസിൻറ്റ് ഇറ്റ് ഡേഞ്ചറസ്? അപകടമല്ലേ? ഗെറ്റ് ഇൻസൈഡ്, ദർ ഈസ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ഇൻസൈഡ്. സ്വാഭാവികമായിട്ടും ഇത്രയും തിരക്ക് പിടിച്ചൊരു ബസ്സിനകത്ത് കണ്ടക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഈ മനുഷ്യൻ എന്ത് പ്രതികരണം നടത്തുക? സർ, ഇറ്റ് ഈസ് ടു കൺജസ്റ്റഡ്, ഐ ആം സ്ക്യൂസ്ഡ്. ഐ ആം സ്ക്യൂസ്ഡ്. വാട്ട്? യു ആർ സ്ക്യൂസ്ഡ്? ആർ യു എ ലെമൺ ടു ബി സ്ക്യൂസ്ഡ്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ സിറ്റുവേഷണൽ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടരുകയായിരുന്നു. ആ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് തുറന്നു ലഭിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ ഇൻ ദ ബസ്. സ്വന്തമായി സംഭാഷണം ഉണ്ടാക്കാൻ താല്പര്യവും സമയവുമുള്ളവർക്ക് ശ്രമിക്കാം എന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ് വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ആ ക്ലാസ് വീഡിയോയുടെ തുടർച്ചയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്, സിറ്റുവേഷണൽ കോൺവെർസേഷൻ ഇൻ ദ ബസ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഫ്ലുവൻസിക്ക് വേണ്ടി, ഇംഗ്ലീഷ് പോലുള്ളൊരു ഭാഷ ലോകഭാഷയാണല്ലോ, അത് പിടിച്ചെടുക്കാൻ വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒഴുക്കോടുകൂടി ആ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള കഴിവ് നേടാൻ ശ്രമിക്കുമ്പോൾ, അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് എന്ന നിലയിൽ വളരെ വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു ഭാഗമാണ് സിറ്റുവേഷണൽ കോൺവെർസേഷൻ. അതാകട്ടെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. റെഡിമെയ്ഡ് കോൺവെർസേഷൻസ് നമ്മൾ തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിയൽ ലൈഫ് ലൈക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ അത്തരം സംഭാഷണങ്ങളിൽ നിന്നും നിങ്ങൾ നേടിയ ചില വാക്കുകളുടെ വിഭാഗങ്ങളും വാചകങ്ങളും വാക്യങ്ങളൊന്നും കടന്നു വന്നു എന്ന് വരില്ല. എന്നാൽ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതുപോലുള്ള റിയൽ ലൈഫ് ലൈക്ക് കോമൺ ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളോ വാചകങ്ങളോ മറക്കുകയില്ല. മാത്രമല്ല, അത്തരം വാക്കുകളും വാചകങ്ങളുമായിരിക്കും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷിലൂടെ ആശയവിനിമയം നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കടന്നു വരികയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തുറന്നു തന്നത്. ഇൻ ദ ബസ് എന്നാണ് അർത്ഥം. അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നല്ല, ഇൻ ദ ബസ്, ബസ്സിനകത്ത് നടക്കുന്ന ഒരു സംഭാഷണം. അതൊരു കോമൺ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആകുന്നത് എങ്ങനെ എന്ന് നോക്കാം. ചില വിദ്യാർത്ഥികൾ അയച്ചു തന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മൈ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ദോസ് ഹു ഹാവ് സെൻറ്റ് ടു മീ their own conversations under the title in the bus. ഇവിടെ ഈ സംഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. വളരെ തിരക്ക് പിടിച്ചൊരു ബസ്. ഇമാജിൻ that the bus is so crowded. ഇന്ന് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് ഇവിടെ. തിരക്ക് പിടിച്ച ഒരു ബസ്. ബസ്സിനും തിരക്കുണ്ട്, ബസ്സിനകത്തും തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബസ്സിനകത്തേക്കാണ് ഒരു പാസഞ്ചർ കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. സ്വാഭാവികമായിട്ടും ഈ തിരക്കുള്ള ബസ്സിൽ ഇടിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ അവസാനമൊക്കെ കയറി പിടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം എങ്ങനെയെങ്കിലും ആ ഫുഡ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഫുഡ് റെസ്റ്റിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് അല്ലെങ്കിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അത് നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി. ഉടനെ തന്നെ
കണ്ടക്ടർ ചോദിക്കണം. കണ്ടക്ടർ അകത്ത് നിന്നത് കണ്ടു. ബസ്സിനകത്ത് നിന്ന് കണ്ടക്ടർ കണ്ടപ്പോൾ ഉടനെ പറയാണ്, റെഡ് ഷർട്ട്. കണ്ടക്ടർ ഡസ് നോട്ട് നോ ദ നെയിം ഓഫ് ദ പാസഞ്ചർ. പിന്നെയോ കണ്ടക്ടർക്ക് ആളെ തിരിച്ചറിയാൻ ഇങ്ങനെ പറയാലോ, ഷർട്ടിൻ്റെ കളർ പറഞ്ഞാൽ പോലെ, റെഡ് ഷർട്ട്, വൈ ആർ യു സിംപ്ലി സ്റ്റാൻഡിങ് ഓൺ ദ ഫുഡ് സ്റ്റെപ്പ്? ഗെറ്റ് ഇൻസൈഡ്. ഈസിൻറ്റ് ഇറ്റ് ഡേഞ്ചറസ് സ്റ്റാൻഡിങ് ദെയർ ഹാങ്ങിങ്? ആലോചിക്കുക അതിലത്തെ ഭാഷാപ്രയോഗം. അവിടെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്, സ്റ്റാൻഡിങ് ദെയർ ഹാങ്ങിങ്. ഈസിൻറ്റ് ഇറ്റ് ഡേഞ്ചറസ്? അപകടമല്ലേ? ഗെറ്റ് ഇൻസൈഡ്, ദർ ഈസ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ഇൻസൈഡ്. സ്വാഭാവികമായിട്ടും ഇത്രയും തിരക്ക് പിടിച്ചൊരു ബസ്സിനകത്ത് കണ്ടക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഈ മനുഷ്യൻ എന്ത് പ്രതികരണം നടത്തുക? സർ, ഇറ്റ് ഈസ് ടു കൺജസ്റ്റഡ്. ഐ ആം സ്ക്യൂസ്ഡ്. ഐ ആം സ്ക്യൂസ്ഡ്. വാട്ട്? യു ആർ സ്ക്യൂസ്ഡ്? ആർ യു എ ലെമൺ ടു ബി സ്ക്യൂസ്ഡ്? നോ സർ, ഐ മീൻ it is so rush here. I can't even stand here. Bus is so crowded. It is too congested. എത്ര വാക്കുകളാണ് ഉപയോഗിച്ചത് നോക്കിയേ. ടു കൺജസ്റ്റഡ്, ബസ് ഈസ് സോ റഷ്, ദ ബസ് ഈസ് ക്രൗഡഡ് അല്ലേ? അതാണ് ഭാഷാപ്രയോഗം എന്ന് പറയുന്നത്. ലാംഗ്വേജ് എക്സ്പ്രഷൻസ്. വാക്കുകൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വേണ്ടി ബൈഹാർട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺവെർസേഷൻസിൽ ഇവ കടന്നു വരണമെന്നേ. അപ്പോഴാണ് നാം യഥാർത്ഥ ലാംഗ്വേജ് യൂസേഴ്സ് ആയി മാറുന്നത്. അതാണ് ഉപയോഗിച്ച് നോക്കിയേ. ഇൻ എ ഫണ്ണി വേ, ഐ ആം സ്ക്യൂസ്ഡ്. ഞാനിവിടെ ആകെ ഞെരുങ്ങിയിരിക്കുകയാണ് അല്ലേ? ഉടനെ കണ്ടക്ടർ ചോദിച്ചിട്ടല്ലേ, വാട്ട്? യു ആർ സ്ക്യൂസ്ഡ്? ആർ യു എ ലെമൺ? എന്താ നാരങ്ങ, ചെറുനാരങ്ങ? ഇങ്ങനെ സ്ക്യൂസ്ഡ് ആവാൻ അല്ലേ? ഓക്കെ ഓക്കെ, യു ഗെറ്റ് ഇൻസൈഡ്, ഗെറ്റ് ഇൻസൈഡ്. അതേഴ്സ് ജസ്റ്റ് കോപ്പറേറ്റ് വിത്ത് ഹിം, ലെറ്റ് ഹിം ഗെറ്റ് ഇൻസൈഡ്. അയാളൊന്ന് അകത്ത് കടന്നോട്ടെ. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ് ഹാങ്ങിങ് ദെയർ. എന്നാൽ ആളെ കയറ്റാതിരിക്കോ? അതുമല്ല. ബസ്സിൽ ഭയങ്കര തിരക്കാണെന്ന് വിചാരിച്ച് ആളെ കയറ്റാതിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഇല്ല. നമുക്കറിയാലോ, പരമാവധി ആളുകളെ സഹായിക്കുക അത്ര തന്നെ. യെസ്. അങ്ങനെ ഒരു വിധം അകത്തേക്ക് തെങ്ങി ഞെരുങ്ങി ബസ്സിനകത്തേക്ക് കയറിയ അയാൾ അടുത്തിരിക്കുന്ന ആളോടോ അല്ല കണ്ടക്ടറോടോ മറ്റോ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചേ? Somebody has dropped something. What? Somebody has dropped something. I heard the sound of a coin. Oh, I mean, no, ഒരു മീനിങ്ഫുൾ ആയിട്ട് എന്തുകൊണ്ട്? What do you mean? You are going under? No, sir. I am looking for the coin. Yeah, a coin has fallen down. പുടുക്ക് നോക്കൂ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ചത്. ഇംഗ്ലീഷിൽ ചില പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചില കോൺവെർസേഷൻസിലൊക്കെ, പ്രത്യേകിച്ച് വിദേശികളൊക്കെ പൊട്ടിച്ചിരിക്കുന്ന രൂപത്തിലുള്ള ചില സെൻറ്റൻസുകളായി മാറാറുണ്ട് ഇത്തരം സെൻറ്റൻസുകൾ. ഐ ആം സ്ക്യൂസ്ഡ് എന്ന് പറയുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. ഐ ആം സ്ക്യൂസ്ഡ്. അപ്പം നമുക്കും അതിൻ്റെ അർത്ഥം ആ രൂപത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സംബഡി ഹാസ് ഡ്രോപ്ഡ് സംതിങ്. തിരക്ക് പിടിച്ച ബസ്സിനകത്ത് സംബഡി ഹാസ് ഡ്രോപ്ഡ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? ഐ ഹേർഡ് ദ സൗണ്ട് എന്ന് പറഞ്ഞു. ഐ ഹേർഡ് ദ സൗണ്ട്. ആക്ച്വലി വാട്ട് ഹാപ്പൻ ദെയർ? ഫ്രം സംബഡീസ് പോക്കറ്റ് എ കോയിൻ ഹാസ് ഫാളൻ ഡൗൺ. തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അത് പറയുന്നത് നോക്കണം. സംബഡി ഹാസ് ഡ്രോപ്ഡ് സംതിങ്. ഐ ഹേർഡ് ഇറ്റ്.
തിരക്ക് പിടിച്ച ബസ്സിനകത്ത് ആരോ എന്തോ ഞാൻ കേട്ടു. അപ്പോൾ സംഭാഷണം ഇങ്ങനെ തുടരുകയാണ്. അടുത്തതായിട്ട് കണ്ടക്ടർ ഓരോരുത്തരോടും ചോദിക്കുമല്ലോ, എന്താ ഇനി ആരാ ടിക്കറ്റ് എടുക്കാൻ ബാക്കി, ഇനി ആരാ ടിക്കറ്റ് എടുക്കാൻ ബാക്കി. അതെങ്ങനെ ചോദിക്കുക? സ്പോക്കൺ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ എനിബഡി ടിക്കറ്റ്സ്, എനിബഡി ടിക്കറ്റ്സ്, എനിബഡി ടിക്കറ്റ്സ്. യെസ്, 1 പയ്യന്നൂർ. ഓക്കെ, 12 rupee 50 paise. 12.50? Yeah, 12.50. To Payyanur, no? Yeah. Okay. Here is the money. Oh, is it 50 rupee? 50 rupee for 12.50? You have no change. ശ്രദ്ധിക്കുന്നുണ്ടോ ഈ സംഭാഷണം? നേരത്തെ അറ്റ് ദ ഷോപ്പ് എന്ന സിറ്റുവേഷണൽ കോൺവെർസേഷനിൽ ഇതേ സെൻറ്റൻസ് കടന്നു വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ്ലി ആ സെൻറ്റൻസ് ഈ സംഭാഷണത്തിലും കടന്നു വന്നതാണ്. ഞാൻ ബോധപൂർവം ആ സെൻറ്റൻസ് പറഞ്ഞതേ അല്ല, പിന്നെ കടന്നു വന്നതാണ്. അപ്പോൾ അത്തരം സംഭാഷണങ്ങളിൽ നിന്നും ചില വാക്കുകളും വാചകങ്ങളും ഈ രൂപത്തിൽ ലഭിക്കുക സ്വാഭാവികമാണ്. അത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അതിവിടെയും വന്നു. What is it? 50 rupee for 12 rupee 50 paisa? There is no change. Oh, I'm sorry sir, there is no change. It's okay, I shall give the balance later. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, നേരത്തെ വന്നൊരു സംഭാഷണമല്ലേ. കുട്ടികൾക്ക് സ്കൂളിൽ കോൺവെർസേഷൻ റൈറ്റിങ്ങിൽ, ഡയലോഗ് റൈറ്റിങ്ങിൽ നന്നായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാന്നേ. ഒരു വിഷയം ഡയലോഗ് ഫോമിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള രീതികളൊക്കെ അവലംബിക്കാം. അത് കോമൺ ഇൻട്രസ്റ്റിംഗ് ഫോംസാണ്. അതിലൂടെ ഭാഷ സ്വന്തമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തെന്നാ, സം ഷോപ്പ് കീപ്പേഴ്സ് ഓഫൺ ഫോർഗെറ്റ് ടു ഗീവ് ദ ബാലൻസ്. ആ സെൻറ്റൻസ് നമുക്ക് ഇവിടെയും കൊടുത്തൂടെ? ഓക്കെ, ഗീവ് ദ ബാലൻസ് ലേറ്റർ ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. Some conductors often forget to give the balance. No, I'm not that type. I won't forget. I will remind you. അവിടെ ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താ, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് വിൽ നെവർ ബ്രിങ് എനി കൈൻഡ് ഓഫ് ഡിസ്ഗ്രേസ് ടു ദോസ് പീപ്പിൾ who are mentioned in these types of conversations. അല്ലേ, ഇപ്പോൾ കണ്ടക്ടേഴ്സ് ബാക്കി കൊടുക്കാറില്ല, ഷോപ്പ് കീപ്പേഴ്സ് ബാക്കി കൊടുക്കാറില്ല, അങ്ങനെയൊക്കെ അർത്ഥമാക്കുമോ? അതൊന്നുമല്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു കോമൺ സിറ്റുവേഷൻ കോൺവെർസേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദ ഓഡിയൻസ്, ഫോർ ദ ലിസണേഴ്സ്, അതിനുവേണ്ടി മാത്രം കൊടുത്തേ ഉള്ളൂ. നെവർ ഫീൽ സംതിങ് കേട്ടോ, അങ്ങനെ തോന്നരുത്. ഓക്കെ, ബിക്കോസ് ഐ റെസ്പെക്റ്റ് എവറിബഡി. യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെ അവരുടെ സംഭാഷണം തുടർന്നു പോകുന്നു. ഇനി ഒരു കോ പാസഞ്ചറിനോട് നമ്മൾ നേരത്തെ തിരക്ക് പിടിച്ച് കയറിയ മനുഷ്യൻ ചോദിക്കുകയാണ്, ദ ബസ് സീം സോ ക്രൗഡഡ്. ഈ ബസ് ഭയങ്കര തിരക്കാണല്ലോ, എന്തെങ്കിലും വിശേഷമുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ദ ബസ് സീം സോ ക്രൗഡഡ്, ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ? ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ? അപ്പോൾ അടുത്തിരിക്കുന്ന അടുത്തുള്ള പാസഞ്ചർ, കോ പാസഞ്ചർ പറയാണ്, ഓ യു ആർ ന്യൂ ഹിയർ. അർത്ഥം മനസ്സിലാവുന്നല്ലേ? ഇംഗ്ലീഷല്ലേ മനസ്സിലാവുന്നല്ലേ? ഇനി മലയാളം പറയേണ്ട കാര്യമില്ല അല്ലേ? മലയാളത്തിലും കൂടെ ചില കാര്യങ്ങൾ ലഭിക്കുന്നത് ഗുണകരമാകുന്നുണ്ട് എന്ന റെസ്പോൺസ് ലഭിച്ചത് കൊണ്ടാണ് അതും കൂടെ ഉൾപ്പെടുത്തുന്നത്. തെറ്റൊന്നുമില്ല, അതൊക്കെ അങ്ങ് കേട്ടോളൂ. നമ്മൾ അവർ മദർ ടങ് ഈസ് മലയാളമല്ലോ, അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അപ്പോൾ ദ ബസ് സീം സോ ക്രൗഡഡ്, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ടുഡേ? ഓ യു ആർ ന്യൂ ഹിയർ ഇൻ ദിസ് പ്ലേസ്? Don't you know there is an exhibition in the town, national exhibition. Today it's a final day. Oh, is it so? That's why it is so crowded. I thought
ഐ തോട്ട്, ഞാൻ വിചാരിച്ചു. സിമ്പിൾ കോൺവെർസേഷൻ, നമ്മൾ സാധാരണ മലയാളം സംസാരിക്കുന്നത് പോലെയുണ്ട് ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇംഗ്ലീഷ് കോൺവെർസേഷൻ എങ്ങനെയാണോ പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് പല രീതികളിലും പഠിക്കാം. എന്നാൽ സിമ്പിൾ കോൺവെർസേഷൻ പ്ലെയിൻ ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്ന ഒരു തലം ആയതുകൊണ്ട് ഞാൻ ഈ രൂപത്തിൽ പറയുന്നുവെന്നേ ഉള്ളൂ. നമ്മളിതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കൃത്യമായി ബോധ്യപ്പെടും. ഇപ്പോഴൊക്കെ ഈ രീതിയിലാണ് നിങ്ങൾ കടന്നു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ സംഭാഷണം തുടരുകയാണ്. ഓ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സോ ക്രൗഡഡ് നോ. ഓക്കെ, അപ്പോഴേക്കും ബസ് പയ്യന്നൂർ എത്തുന്നതാണ്. അപ്പോൾ എന്താ പറയുക, കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലീനർ വിളിച്ചു പറയാണ്. എന്താ വിളിച്ചു പറഞ്ഞത്? പയ്യന്നൂർ, എനിബഡി ഈസ് ദെയർ ടു ഗെറ്റ് ഡൗൺ ഇൻ പയ്യന്നൂർ, കമോൺ, ഹറിയപ്പ്. ഉണ്ടോ? വേ നോക്ക് അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്തൊരു ഭാഷയാണിത്. ബസ്സിലൊരു സംഭാഷണം കേട്ടില്ല. എന്താ പറയുക, ബാങ്കി. അപ്പോൾ അടുത്ത ആൾ കിയ, ബാങ്കി കിയ, ബാങ്കി കിയ, ബാങ്കി. Get down, hurry up, get down fast. Okay, I'm getting down. Okay, അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പയ്യന്നൂരെത്തി അവിടെ ഇറങ്ങുമ്പോൾ ഈ ബാക്കി വാങ്ങേണ്ടുന്ന വ്യക്തി അത് മറന്നുപോയി. പക്ഷേ നമ്മുടെ കണ്ടക്ടർ ഉടനെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, റെഡ് ഷർട്ട്, don't you want your balance? You forgot it? Oh, I'm sorry, sir. I'm sorry. Oh, I forgot it. What did you say? എന്താ പറഞ്ഞേ? Some conductors often forget to give the balance. Who forgot about it? Tell me. പറ. ആരാണ് മറന്നത്? ഓ, ഇറ്റ് ഈസ് മീ സർ, ഞാൻ തന്നെ മറന്നത്. ഓ, ഐ എം സോറി. Don't repeat this type of sentence anywhere. Okay? Anywhere, anymore. ഇത്തരത്തിലുള്ള വാചകങ്ങളൊന്നും എവിടെയും ഇനിയും പറഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, ഹിയർ ഈസ് എ ബാലൻസ്. ഓക്കെ സർ, താങ്ക് യു. മീറ്റ് യു, വീണ്ടും കാണാം എന്ന രൂപത്തിൽ അവർ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇംഗ്ലീഷ് സംഭാഷണ ശകലങ്ങളിലൂടെ വ്യത്യസ്തമായ സിറ്റുവേഷണൽ കോൺവെർസേഷനെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യമുള്ള ഓർമ്മിക്കാൻ സഹായകരമാകുന്ന സംഭാഷണത്തിലൂടെ ഈ ഭാഷ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഈ ഭാഷയിൽ കാര്യങ്ങൾ പറയുവാനുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി നേടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭാഷണവും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ഏതാനും ക്ലാസ്സുകളും കൂടെ പ്രതീക്ഷിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അതുവരെ നിങ്ങൾ നല്ലതുപോലെ വീണ്ടും കണ്ടും ചില ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി, വിദ്യാർത്ഥികൾ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. ഒരുപാട് പാരൻസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിരീക്ഷിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അയക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. ഇനി കുട്ടികൾക്ക് വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നത്. വെക്കേഷൻ സമയത്തൊക്കെ പരമാവധി കുട്ടികൾക്ക് ഈ ലേണിംഗ് ട്രാക്കിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇത്തരം യൂസ്ഫുൾ ക്ലാസ് വീഡിയോസ് രക്ഷിതാക്കൾക്ക് അവർക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.